അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. ഇത് അകം ചുമന്ന മീനാണ്. വെള്ള കളറിൻ്റെ ചൂരയായിരുന്നു വേണ്ടത്. പക്ഷേ അത് കിട്ടാൻ യാതൊരു വകുപ്പുമില്ല, ഇവിടെ കിട്ടത്തുമില്ല. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ മീനെല്ലാം ഒന്ന് വെട്ടി കഴുകിയെടുത്തു. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഇന്ന് നല്ല അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യം ഒന്ന് ചേർത്തൊന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് മീനൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടുന്നത്. അത് ചിലപ്പം കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി, അങ്ങനെയൊക്കെയാണ്. വരുന്ന സമയത്ത് പിന്നെ ഇതുപോലെ വാങ്ങിച്ച് അച്ചാറിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വരും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ മീൻ വരത്തുള്ളൂ. അന്നേരം എല്ലാ ആഴ്ചയിലും വരും. പക്ഷേ ചിലപ്പം മത്തിയായിരിക്കും, ചിലപ്പോൾ അയലയായിരിക്കും, അല്ലെങ്കിൽ കൂരി, മാങ്കട, അങ്ങനെയുള്ള മീനൊക്കെ വരത്തുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല കഷ്ണമുള്ള മീനുകളൊന്നും ഞങ്ങൾക്കിവിടെ കിട്ടാറില്ല. പിന്നെ വരുന്ന സമയത്ത് ഇതുപോലെ ബൈ മിസ്റ്റേക്കിൽ വരുന്നതാണ് ഇങ്ങനെ ചൂരയൊക്കെ. അന്നേരം കാണുമ്പോൾ വാങ്ങിക്കുക, അച്ചാറിടുക. പിന്നെ നമുക്ക് ഒരു കുറേ 2-3 ആഴ്ചയിലും കഴിക്കാമല്ലോ എന്ന് കണ്ടിട്ട് അതൊന്ന് അച്ചാറിട്ട് വെക്കണം. അന്നേരം അതിനായിട്ട് അതിൻ്റെ തലയും വാലും ഒക്കെ നമുക്ക് കറി വെക്കാമല്ലോ. ബാക്കി നല്ല കഷ്ണങ്ങൾ ഇതുപോലെ അച്ചാറിട്ട് വെക്കാമെങ്കിൽ 2-3 ആഴ്ച കഴിക്കാം. അതിനുവേണ്ടി ഞാനിന്ന് അച്ചാറൊക്കെ ഇടുകയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ, MP-യിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ മുമ്പോട്ട് ചാനൽ കൊണ്ടുപോകുന്നത്. ഈ മീനച്ചാറൊക്കെ വല്ലപ്പോഴും ഇടുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരത്തില്ല എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് യൂട്യൂബിലൊക്കെ പോയി തപ്പി നോക്കുമ്പം എല്ലാ മെത്തേഡുകളും അല്ലെങ്കിൽ എല്ലാവരുടെയും രീതികൾ വേറെ വേറെ ആയിരിക്കും. ചിലർ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർക്കാണ്, ചിലർ ചതച്ച് ചേർക്കാറുണ്ട്. ഞാനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇന്ന് 2 കൂടി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചേർത്തു, കുറച്ച് പകുതി ചതച്ചും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിലേക്ക് ഇനി വിനാഗിരി ഒഴിച്ച് നമുക്ക് കഷ്ണം ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. അച്ചാറിടുന്ന എല്ലാവരും ഇതുപോലൊക്കെ തന്നെയല്ലേ അച്ചാറിടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ? ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പം നിങ്ങൾ കാണുക. കാണാത്തവർക്ക് വേണ്ടിയാണ് ഷോർട്ടായിട്ടിട്ടത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അഭിപ്രായം വിലയേറിയതാണ്. അന്നേരം അഭിപ്രായം അറിയിച്ചാൽ നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതിലോ ചെയ്യുന്നതിലോ ഒക്കെ തെറ്റുകൾ കാണും. അതൊക്കെ തിരുത്തുവാൻ പറ്റും. പിന്നെ സംസാരിക്കാൻ അധികം അറിയത്തില്ലെന്നല്ല, അറിയാം. ചിലപ്പോൾ തെറ്റുകളുണ്ടാകും. അന്നേരം അതൊക്കെ നമുക്ക് തിരുത്തുവാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് അതുകൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കേ.